നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ വെളിയാമറ്റം റോഡിൽ കുണ്ടും കുഴിയും താണ്ടിയുള്ള സഞ്ചാരം യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി. റോഡ് പുനർനിർമ്മാണം വൈകുന്നതിനെതിരെ ജനരോഷം ശക്തം. കരിമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജനങ്ങളും ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം തുടരുന്നു. പ്രശ്നങ്ങൾ ഒത്തുതീർന്നതായി നേതാക്കളും പോലീസും. കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമായതിനുള്ള വിശകലനത്തിന്റെ മറവിൽ അതിർത്തി കടന്നും ആടുകൾ എത്തുന്നു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർതൃ സമിതി വിശേഷാൽ പൊതുയോഗം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ വെളിയാമറ്റം റോഡിൽ കുണ്ടും കുഴിയും താണ്ടിയുള്ള സഞ്ചാരം യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി. റോഡ് പുനർനിർമ്മാണം വൈകുന്നതിനെതിരെ ജനരോഷം ശക്തം. തൊടുപുഴ വെള്ളിയാമറ്റം റോഡ് തകർന്നത് മൂലം യാത്രക്കാർ ദുരിതത്തിലായിട്ട് നാളേറെയായി. റോഡ് തകർന്നിട്ട് നാളുകളായിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ കടുത്ത നിസ്സംഗതയാണ് കാണിക്കുന്നത്. മണ്ണിട്ട് റോഡിലെ കുഴികൾ നികത്തുന്നതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ. എന്നാൽ പല സ്ഥലങ്ങളിലും അടച്ച കുഴികൾ ദിവസങ്ങൾ കഴിയും മുമ്പേ പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരിയായ രീതിയിൽ റീടാറിംഗ് നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ റോഡ് തകരുന്നത് സർക്കാരിനും ജനങ്ങൾക്കും വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുന്നു. ഇക്കാലത്ത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് മിക്ക റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. മിക്ക റോഡുകൾക്കും വൻ തുക നിർമ്മാണ പ്രവർത്തനത്തിനായും നീക്കിവയ്ക്കാറുണ്ട്. നഗരത്തിലെ പല ലിങ്ക് റോഡുകളിലും രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ മാസങ്ങളായി നികത്താൻ കഴിയാത്തതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മിക്ക റോഡുകൾ കൂടിയും യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. തൊടുപുഴ വെള്ളിയാമറ്റം റൂട്ടിൽ കിലോമീറ്ററുകളോളം റോഡ് തകർന്നത് യാത്രക്കാരെ വല്ലാതെ വലിച്ചിരിക്കുകയാണ്. ഇതുമൂലം മറ്റു വഴികളിലൂടെ തന്നെ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് വെള്ളിയാമറ്റത്ത് എത്തേണ്ട സ്ഥിതിയാണുള്ളത്. റോഡിലെ കുണ്ടും കുഴികളും മൂലം ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും കൂടാതെ വലിയ വാഹനങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. വൻ കുഴികൾ കാരണം വാഹനങ്ങളുടെ അടിഭാഗം തട്ടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അധികാരികൾ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം ദുരിതം വർദ്ധിപ്പിക്കുന്നു. മഴ പെയ്താൽ ടാറിംഗ് നടത്താൻ ബുദ്ധിമുട്ടാകും എന്ന തൊടുന്യായമാണ് അധികൃതർ പറയുന്നത്. എത്രയും വേഗം റോഡിലെ കുണ്ടും കുഴിയും മാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ഇവിടുത്തുകാർക്കുള്ളത്. 40 ടണ്ണ് പെർമിറ്റുള്ള വണ്ടികൾ, 22 പെർമിറ്റ്, 40 ടണ്ണുള്ള ടോർക്ക്, 30 വണ്ടി മുകളിൽ ഇതിൽ ഓടുന്നുണ്ട്. അതിനുള്ള PWD അങ്ങനെ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? തൊടുപുഴ വെള്ളിയാമറ്റം റൂട്ടിൽ ഏറ്റവും കൂടുതൽ വാഹനം ഓടുന്ന റോഡാണിത്. ഈ റോഡിന്റെ അവസ്ഥ കാലാകാലങ്ങളായിട്ട് ഈ അവസ്ഥയിലാണ്. അധികാരികൾ ശ്രദ്ധിച്ചു നോക്കുന്നില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, തൊട്ടടുത്ത് അൽഫലാഹ് കോളേജുണ്ട്, അതുപോലെ തന്നെ 100-200 ചില്ലാനം വിദ്യാർത്ഥികൾ അടക്കം ഇവിടെ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ പാറമട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു 100 വാഹനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാമറ്റം തൊടുപുഴ റോഡിൽ വാഹനങ്ങൾ വരുന്നുണ്ട്. എപ്പോഴും അപകട മേഖലയാണ്. വണ്ടി വന്ന വീഴാത്ത ദിവസങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളവരെ കുട്ടികളെ നിയന്ത്രിച്ച് നിർത്തിക്കുന്നതിന്റെ പേരിലാണ് ഇവിടെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാത്തത്. ഈ റോഡ് കാലാകാലങ്ങളായി ഈ അവസ്ഥയാണ്. അതുപോലെ തന്നെ പുറമ്പോക്ക് റോഡിൽ ഇരിക്കുന്ന സാധനം ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല. ഇതൊരു പാരയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ മേൽ നടപടി സ്വീകരിക്കണമെന്ന് നമ്മുടെ അഭിപ്രായം. കരിമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജനങ്ങളും ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം തുടരുന്നു. പ്രശ്നങ്ങൾ ഒത്തുതീർന്നതായി നേതാക്കളും പോലീസും. കരിമണ്ണൂർ PHCയിൽ ഡോക്ടർ രോഗി ബന്ധം തകരുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് കുറേ ദിവസങ്ങളായി അരങ്ങേറുന്നത്. നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവും മറ്റ് ജീവനക്കാരുടെ അഭാവവും പ്രശ്നം സങ്കീർണമാക്കുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയുമായി ചികിത്സ തേടിയെത്തിയ വീട്ടമ്മ ചികിത്സ നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ രോക്ഷാകുലയായ സംഭവം വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ പണിമുടക്കിയതും സംഘർഷത്തിന് കാരണമായി. രാവിലെ കുട്ടിക്ക് വീണ്ടും തലവർക്കം ഉണ്ടായപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുകയും ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് സാറുമാരോടെല്ലാം പറഞ്ഞു, കുട്ടിയെ കൊണ്ട് വീണ്ടും ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു 70 പേർക്ക് ഒരു ദിവസം ചീട്ട് കൊടുക്കുള്ളൂ, ഇനി ഇവിടെ ചീട്ട് ക്ലോസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഇതിന്റെ പിന്തുടർച്ച എന്ന രീതിയിൽ വ്യാഴാഴ്ച രോഗികൾ ഉറക്കെ സംസാരിച്ച കാരണം പറഞ്ഞ് ഡോക്ടർ രോക്ഷാകുലനായത് വീണ്ടും പ്രശ്നത്തിന് കാരണമായി. പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥലത്തെത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചതായി അറിയിച്ചു. ഇതു സംബന്ധിച്ച് ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ചാൾസ് മീഡിയ ടുഡേക്ക് നടത്തിയ അഭിമുഖത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം വളരെ വേദനാജനകമാണ്. രണ്ടാമത്തെ മുറിയിലേക്ക് ടോക്കൺ കൊടുക്കുകയും എന്നാൽ അത് ടോക്കൺ നമ്പർ തെറ്റിച്ച് ഒന്നാമത്തെ മുറിയിൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ആ റൂമിൽ തള്ളിക്കയറുകയും ഡോക്ടറെ അപമാനിതമായിട്ട് സംസാരിക്കുകയും ഡോക്ടറുടെ അപമാനം സംസാരിക്കുകയും ഡോക്ടറുടെ മുഖത്തേക്ക് ഈ ഗവൺമെന്റ് റെക്കോർഡായ ഒ പി ചീട്ട്
വലിച്ചു കയറി ഡോക്ടറുടെ മുഖത്തേക്ക് എറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വളരെ മോശമായ ഒരു സമീപനമാണ് ഏതാനും ചില വ്യക്തികളിൽ നിന്ന് കാണുന്നത്. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ള സാധാരണ നല്ല ആൾക്കാർ തന്നെയാണ്. അവരുടെ ഉദ്ദേശം ഈ ആശുപത്രി എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഡോക്ടർ കൈസനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്ന ഈ മോശമായ പ്രവണത ഞങ്ങൾക്കെല്ലാവർക്കും മാനസിക വിഷമവും വളരെയധികം വേദന ഉണ്ടാക്കും. വിവിധ തൊഴിലുകൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന മുട്ട സ്വദേശി മധു ദാഹിക്കുന്നവർക്ക് രുചിയേറിയ കുലുക്കി സർബത്ത് നൽകി മാതൃകയാകുന്നു. ഉപജീവനത്തിനായി വൈറ്റ് കോളർ ജോലി മാത്രം തെരഞ്ഞെടുക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമായി മധുവെന്ന മുട്ടം സ്വദേശി മാറി. സീസണുകൾ അനുസരിച്ച് പലവിധ ജോലികളിൽ ഏർപ്പെട്ട് ഒരു ചാൽ വയർ നിറയ്ക്കാൻ പെടാപ്പാടുപെടുന്നതിന്റെ വ്യത്യസ്ത കാഴ്ചയാണ് ഈ മനുഷ്യൻ. വേനൽ കടുത്തതോടെ കുലുക്കി സർബത്ത് എന്ന ശീതളപാനീയം റോഡ് സൈഡിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സർവ്വജോലിക്കാരനായ ഇയാൾ. കുറഞ്ഞ ലാഭം കുറഞ്ഞ വില എന്ന മുദ്രാവാക്യമാണ് ഇയാൾ സമൂഹത്തിന് നൽകുന്നത്. ഇത് ലാഭകരമാണ്, ഇത് കുഴപ്പമില്ല. വരുന്ന ആളുകൾ 90% പേരും പറയും അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറയാറുണ്ട്, നല്ലതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ പലരും ഇവിടെ വരാറുണ്ട്. ഒക്കെ ശരിയാ, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. സീസണിൽ മാറി മാറി ഓരോ കച്ചവടം ചെയ്യും. നമുക്ക് ജീവിക്കാൻ മറ്റു വഴി വേണ്ടേ? എന്തൊക്കെ പരിപാടികളാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്തേക്കുന്നത്? അങ്ങനെ പറഞ്ഞാല് എണ്ണിയാ തീരാത്ത ലിസ്റ്റുകളുണ്ട്. അതൊക്കെ ഇപ്പൊ പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ലത്. ഒരുപാട് ജോലികൾ, ഓരോ സീസണിലും ഓരോ പണി. ചാണകത്തിന്റെ പണി വരെ ഉണ്ട്. വാഴയില, ചാണകം വരെ നമ്മൾ ഓരോ സീസണിലുള്ള പണികളാണ്. പിന്നെ മഴക്കാലത്ത് തൈ വിൽപ്പന, കൊടിത്തല വ്യാപാരം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യും. എന്നിട്ടും ജീവിതം ഭാരമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കിട്ടണ്ടേ കാശ്? പൈസ വരുമാനം കുറവാണ്. നമ്മൾ എവിടെ വിൽക്കുന്നെങ്കിൽ ഇപ്പൊ കരിക്ക് വിൽക്കുന്ന 5 രൂപ ലാഭം കുറച്ചാ വിൽക്കുന്നത്. എല്ലാവരും വിൽക്കുന്നതിൽ 5 രൂപ കുറവ്. ഈ സർബത്ത് വിൽക്കുന്നത് പരസ്യമായിട്ട് ബോർഡ് 10 വെച്ച് വിൽക്കുന്നു. അത് വരുന്നവർക്ക് എല്ലാവർക്കും തൃപ്തികരമായിട്ടാണ് പലരും പോകുന്നത്. അത് മണർകാട് പള്ളിയിലേക്ക് 8 നോയമ്പ് പെരുന്നാളിന് ഒരു 35,000 40,000 ഇലയൊക്കെ വരുന്ന ഓർഡർ കിട്ടും. അത് ഞാൻ പല വഴിക്കൂടെ പോയി ശേഖരിച്ച് കൃത്യമായിട്ട് കൊടുക്കും. ഓരോ സീസൺ കഴിയുമ്പോഴും വളരെ സന്തോഷവാന്മാരായിട്ട് അവരെനിക്ക് പണം തന്നത് പിരിച്ചു വിടുന്നു മണർകാട് പള്ളിയിൽ നിന്ന്. അതും കുഴപ്പമില്ല, ന്യായം ലാഭം കിട്ടുന്ന പരിപാടിയാണ്. പക്ഷേ കുറച്ച് ആളുകൾ വഴിനീളെ പലരും ഇരുന്ന് കളിയാക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമുക്ക് കഞ്ഞി വെക്കണം, അതിന് നമ്മളിതൊക്കെ ചെയ്യും. ഇന്നത്തെ വിലക്കയറ്റം എങ്ങനെ നിൽക്കുമ്പോൾ ഈ 10 രൂപയ്ക്ക് ഈ സർബത്ത് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ മുതലാകും? അതെ, നമുക്ക് ആവശ്യം കൂടുതൽ കസ്റ്റമേഴ്സിനെയാണ്. കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, കൂടുതൽ വെള്ളം വിൽക്കുന്നുണ്ട്. മറ്റുള്ളവർ 15 രൂപയ്ക്ക് വിൽക്കുമ്പോഴേ ഞാനിവിടെ 10 രൂപയ്ക്ക് ബോർഡ് വെച്ച് വിൽക്കുന്നു. എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 10-300 വെള്ളം വിൽക്കും. എനിക്ക് എന്നാലും മാന്യമായിട്ട് ജീവിക്കാനുള്ള ലാഭം കിട്ടുന്നുണ്ട്. 15 രൂപ എന്ന് പറയുമ്പോൾ പൊതുജനത്തെ കൊള്ളയടിക്കുന്ന ഒരു ഇടപാടാണ്. അതിനെന്തായാലും ഞാൻ തയ്യാറല്ല. എനിക്ക് ഇത് മതി ലാഭം. അതിന് കാഞ്ഞിരപ്പള്ളിക്കാർ അവിടെ കുലുക്കി സർബത്ത് വിൽക്കുന്നവർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. ബോർഡ് വെക്കാൻ പറ്റില്ല എന്നായി അവരുടെ അവസാനം. ബോർഡ് വെച്ചില്ല, ജനം അറിയുന്നത് എങ്ങനെയാണ്? 10 രൂപ ഇവിടെ വിലയുള്ളൂ, കാശ് കുറവുള്ളവർക്ക് വെള്ളം കുടിക്കണ്ടേ? അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം വിൽക്കുന്നുണ്ട്, ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. കാശ് എത്ര പേരുണ്ട് മക്കള്? മക്കൾ 4 പേരുണ്ട്. അതിൽ 4 പേരിൽ 3 പേര് കോളേജ് വിദ്യാഭ്യാസക്കാരും PG കഴിഞ്ഞവരൊക്കെയാണ്. ജോലി ആർക്കും ഇല്ല. വീട്ടുകാർ സുഖമില്ലാതെ കിടക്കുന്ന ആളാണ്. ഒന്നര ആശുപത്രി കേസ് നടക്കുന്ന ആളാണ് വീട്ടുകാരത്തി. പിന്നെ എല്ലാം ഓടണം. ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മള് കള്ളൊന്നും കുടിക്കാത്തത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ കഞ്ഞി വെച്ച് പോകുന്നേ ഉള്ളൂ. അതാണ് നിലവിലുള്ള അവസ്ഥ. എന്താ ഇതൊന്നും അറിയില്ലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആണിത്. ഇപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് ചേട്ടനോട് ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. നല്ല ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷന് മാതൃകയാവുകയാണ് മധുചേട്ടൻ. ചെയ്യുന്ന തൊഴിൽ എന്തു തന്നെയായാലും അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയും ജീവിക്കാനുള്ള വരുമാനം ഇതിലൂടെ കണ്ടെത്തുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മീഡിയ ടുഡേ ന്യൂസിന് വേണ്ടി മുട്ടത്ത് നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം രതീഷ്. കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമായതുള്ള വിശകലനത്തിന്റെ മറവിൽ അതിർത്തി കടന്ന മാടുകൾ എത്തുന്നു. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. സീമാസ് വെഡിംഗ് കളക്ഷൻസിന് ഇത് 40ാം ജന്മദിനം. ഈ ആഘോഷവേളയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ₹1000 പർച്ചേസ് ചെയ്താൽ BMW നിങ്ങൾക്ക് സ്വന്തം. ജന്മദിനം സീമാസിന്, ആഘോഷം എനിക്കും നിങ്ങൾക്കും. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, പാലാർ റോഡ്, തൊടുപുഴ. വാർത്തകൾ വിശദമായി. കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമായുള്ള വിശദീകരണത്തിന്റെ മറവിൽ അതിർത്തി കടന്ന മാടുകൾ എത്തുന്നു. ചെക്ക് പോസ്റ്റുകൾ തുറന്നു കൊടുക്കുന്നതിനെതിരെ ഡോക്ടർമാർ സമരത്തിൽ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കന്നുകാലികൾക്ക് കുളമ്പ് രോഗം വ്യാപകമായി കാലികൾ ചത്തുടങ്ങിയിരുന്നു.
ഇടുക്കി ജില്ലയിലും ഇതിന്റെ ഫലമായി നിരവധി കറവമാടുകൾ കുളമ്പുരോഗം ബാധിച്ച് ചത്തു. ഇതിനെ തുടർന്ന് പാൽക്ഷാമം, പോത്തിറച്ചി ക്ഷാമം എന്നിവ ജില്ലയിൽ നേരിട്ടു. തമിഴ്നാട് തുടങ്ങിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മാടുകളെ കൊണ്ടുവരുന്നതിന് അധിക വിലക്ക് ഏർപ്പെടുത്തി. ചെക്ക് പോസ്റ്റുകളിൽ നിരവധി വാഹനങ്ങൾ മാടുകളുമായി എത്തിയത് തടഞ്ഞു. അനധികൃത കടത്തിനെതിരെ കർശന നടപടികളും നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കുളമ്പുരോഗം നിയന്ത്രണ വിധേയമായതായി പ്രഖ്യാപനമിറക്കി ഇതിന്റെ മറവിൽ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള മാടുകളുടെ നിയന്ത്രണത്തിന് അയവ് വരുത്തിയത് മൃഗസംരക്ഷണ വകുപ്പിനെയും ഡോക്ടർമാരെയും ചൊടിപ്പിച്ചു. ചെറു പോസ്റ്റുകളിൽ ഡോക്ടർമാരെത്തി മൃഗങ്ങളെ പരിശോധിച്ച് കടത്തിവിടണമെന്ന സർക്കാർ നിർദ്ദേശത്തിനെതിരെ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. SNDP യോഗം തൊടുപുഴ യൂണിയൻ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. വെങ്ങല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഹാളിലാണ് ചടങ്ങ് നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന SNDP യോഗം തൊടുപുഴ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയികളായവരുടെ സ്ഥാനാരോഹണം നടന്നു. ബെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് S. പ്രവീണിന് മുതിർന്ന യോഗം പ്രതിനിധി VO മാധവൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിന്നീട് പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. ജനുവരി 31-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാസംഗമത്തിൽ യൂണിയനിൽ നിന്നും 5000 പേരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചതായി പിന്നീട് ഭാരവാഹികൾ അറിയിച്ചു. SNDP യോഗം തൊടുപുഴ യൂണിയന്റെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ SNDP യോഗത്തിന്റെയും യൂണിയന്റെയും ശാഖയുടെയും നിയമങ്ങളും യോഗത്തിന്റെയും യൂണിയന്റെയും നിശ്ചയങ്ങളും അനുസരിച്ച് സമുദായാഭിവൃദ്ധികരങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊള്ളാമെന്നും യോഗ നിയമങ്ങൾക്ക് വിപരീതമായി യാതൊന്നും പ്രവർത്തിക്കുന്നതല്ലെന്നും ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ആദർശ പ്രചരണങ്ങൾക്ക് വേണ്ടി കഴിവുള്ളതെല്ലാം ചെയ്തു കൊള്ളാമെന്നും ഇതിനാൽ ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. 7 വർഷക്കാലം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഇല്ലാതെ ആ വികസനത്തിന് അല്പം ഒരു മുരടിച്ച നേരിട്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. അപ്രകാരം നമ്മൾ പിന്നോട്ടടിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് നമുക്ക് മുൻപന്തിയിലേക്ക് വരേണ്ടതായ ഒരു സാഹചര്യം സംജാതമായി. സ്കൂൾ വിദ്യാർത്ഥിയെ ബസിൽ നിന്നും തള്ളി വീഴ്ത്താൻ ശ്രമിച്ചതായി ആരോപിച്ച് നാട്ടുകാർ വെങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് തടഞ്ഞിട്ടു. തൊടുപുഴ ഗേൾസ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി വെങ്ങല്ലൂർ പള്ളിക്കുറ്റി മാവേലിക്കുന്നൽ ഹരികൃഷ്ണനെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരൻ തള്ളി വീഴ്ത്താൻ ശ്രമിച്ചത്. ST പണത്തെ ചൊല്ലി ആദ്യം തർക്കം നടന്നിരുന്നു. ഇറങ്ങേണ്ട പള്ളിക്കുറ്റിക്ക് മുൻപ് വിദ്യാർത്ഥിയെ ഇറക്കാൻ ശ്രമിച്ച് തള്ളിയിറക്കി ബസ് മുൻപോട്ടെടുത്തു. ഭാഗ്യം കൊണ്ടാണ് വിദ്യാർത്ഥി വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് രോക്ഷാകുലരായ നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു. തൊടുപുഴ പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ ഇത്തരം സംഭവങ്ങൾ വിരളമല്ല. മരണപ്പാച്ചിലിൽ നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊടുപുഴ ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഗുരുദേവൻ എന്ന് പറഞ്ഞ ബസ്സിൽ നിന്ന് പൈസ കൊടുത്തില്ലാന്ന് പറഞ്ഞ് എന്നെ തള്ളി റോട്ടിൽ ചടിച്ചു. വെങ്ങല്ലൂര്. എത്ര പൈസ കൊടുത്തില്ലാന്ന്? 50 പൈസ കൊടുത്തില്ലാന്ന്. വീണില്ല, അങ്ങേരെ കോളറെ കയറി പിടിച്ചില്ലാണ് വീണത്. കഴിഞ്ഞ 4 വർഷമായി സൈക്കിളിൽ ഹൈദരാബാദിൽ നിന്നും ശബരിമല യാത്ര നടത്തുന്ന സംഘപ്പൻ 1400 കിലോമീറ്റർ താണ്ടി തൊടുപുഴയിലെത്തി. കഴിഞ്ഞ 4 വർഷമായി കിലോമീറ്ററുകൾ താണ്ടി അയ്യപ്പനെ ദർശിക്കാൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സംഘപ്പൻ തൊടുപുഴയിലെത്തിയത് വേറിട്ട കാഴ്ചയായി. 40 വയസ്സ് പ്രായമുള്ള ഇയാൾ ഹൈദരാബാദിനടുത്ത് സുങ്കൂർ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് 1400ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ശബരിമലയിലെത്തുന്നത്. കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ഇയാൾ യാത്ര ആരംഭിച്ചത്. മാരക രോഗത്തിന് അടിപെട്ട് അത്യാസന്ന നിലയിൽ കിടപ്പിലായ സംഘപ്പൻ അയ്യപ്പനെ ദർശിച്ചേക്കാമെന്ന നേർച്ചയെ തുടർന്ന് സുഖം പ്രാപിച്ചതായി വിശ്വസിക്കുന്നു. ഇതിന്റെ ഫലമായാണ് ഈ യാത്ര ആരംഭിച്ചത്. വരും വർഷങ്ങളിലും അയ്യപ്പനെ കാണാൻ സൈക്കിളിൽ തന്നെ വെയിലും മഞ്ഞുമേറ്റ് യാത്ര തുടരാനാണ് സംഘപ്പന്റെ ആഗ്രഹം. ഇതിനുള്ള ആരോഗ്യം നിലനിർത്തണമേ എന്ന പ്രാർത്ഥനയാണ് സംഘപ്പന്റെ മനസ്സിലെപ്പോഴും. അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിട്ട് സഞ്ചരിക്കുമ്പോൾ യാതൊരു ക്ഷീണവും ഇല്ലെന്ന് ഈ സ്വാമി ഭക്തൻ സാക്ഷ്യപ്പെടുത്തുന്നു. చనిపోయాడు 6 months బ్యాక్ హాస్పిటల్
అయ్యప్ప నీ మాల వేసుకుంటా అనగానే ఆరోగ్యం మంచిగా అయిపోయి బతికి బయటపడాలి. അതായത് മരിക്കാറായി ആശുപത്രിയിൽ കിടന്ന ഒരു ഭക്തനാണ് അയ്യന് നേർച്ച നേർന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് ഈ ഭക്തന്റെ വിശ്വാസം. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ തൊടുപുഴ താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി മോട്ടിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ വകുപ്പ് തല പ്രൊമോഷൻ ഉത്തരവിലൂടെ സർക്കാർ റവന്യൂ ജീവനക്കാരെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് KRDSA തൊടുപുഴ താലൂക്ക് സമ്മേളനം കുറ്റപ്പെടുത്തി. 9ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തതും സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതുമായ അധിക തസ്തികകൾ അനുവദിക്കാതെയും അനേകം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും പ്രൊമോഷൻ നടപ്പിലാക്കാതെയും ഓഫീസുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കാതെയും റവന്യൂ ജീവനക്കാരെ അവഗണിക്കുന്നതിന്റെ അവസാന ഉദാഹരണമാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ ഉത്തരവെന്ന് KRDSA താലൂക്ക് സമ്മേളനം വിലയിരുത്തി. റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾക്കായി നിലവിലുണ്ടായിരുന്ന 15% പ്രൊമോഷൻ കോട്ട പുതിയ ഉത്തരവിലൂടെ 10% കുറച്ചിരിക്കുകയാണ്. ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന NGO അസോസിയേഷനും നേതാക്കന്മാരും ഇതിന് മറുപടി നൽകിയേ മതിയാവൂ എന്ന്, അല്ലാത്തപക്ഷം KRDSA ആരംഭിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ അണിചേരുവാൻ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തൊടുപുഴ ജോയിന്റ് കൌൺസിൽ എംപ്ലോയീസ് ഹാളിൽ ചേർന്ന സമ്മേളനം KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി മോട്ടിലാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് PH നിസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടറി MK മനുപ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി ജി സുനീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഹോർമിസ് ഗുരുവിള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KRDSA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A സുരേഷ് കുമാർ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം B സുധർമ്മ, ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി VS ജ്യോതി തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ PS ബിനു രക്തസാക്ഷി പ്രമേയവും M ജയന്തി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ MS ശ്രീകുമാർ സ്വാഗതവും KJ സാദിഖ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി PH നിസാർ, ടൈറ്റസ് K ജോസഫ്, M ജയന്തി, MK മുനിപ്രസാദ്, BS ബിനു, EG ബിജു. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനാണ്, ഹയറേഞ്ചിൽ നിന്നുള്ളത്. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ക്വാളിറ്റിക്ക് വലിയ വിലയുള്ള ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ജൈവ മാർഗത്തിലേക്ക് തിരിയണമെന്നൊക്കെ ആൾക്കാർ പറയുന്നു, ഒത്തിരി ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ മാർക്കറ്റിലെ പച്ചക്കറി മേടിക്കരുത്. ഇതെനിക്ക് തമിഴ്നാട്ടിൽ ചെറിയ കൃഷിയുണ്ട്. ഈ കൃഷിയെടുത്ത് തൊട്ട് പരിസരത്തായിട്ട് ബാൻഡ് എൻഡോസൾഫാൻ ബാരൽ കൊണ്ടുവന്ന് ആളായി എടുക്കുന്നതിന്റെ തലവസ് പോലൊരു സ്പ്രേ ഞാൻ കണ്ടുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പച്ചക്കറി മാർക്കറ്റിൽ വാങ്ങിക്കത്തില്ല തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. ഇതിലൊക്കെ വന്ന് കണ്ടിട്ടുള്ളത്. കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർതൃ സമിതി വിശേഷാൽ പൊതുയോഗം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനത്തിനായി ചേർന്ന അധ്യാപക രക്ഷകർത്താ സമിതി പൊതുയോഗം ജനുവരി 9 വ്യാഴാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് ജോസ്, ജാൻസി മാത്യു, M മോനിച്ചൻ, പുഷ്പ വിജയൻ, ഉഷ വിജയൻ, മിനി ആന്റണി, സിനി സെബാസ്റ്റ്യൻ, ബിന്ദു അജയഘോഷ്, തങ്കമ്മ കൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. ഈ നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ നിലയിൽ ഇത്തരം ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അങ്ങനെ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും 3,05,00,000 രൂപ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ച് ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുക. നിരവധി വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും യോഗത്തിൽ പങ്കെടുത്തു. കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയതായി ഒരു ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ നിർമ്മാണം അത് പൂർത്തീകരിക്കുന്നതിനും അത് നല്ല നിലയിൽ പണികരിക്കുന്നതിനുമായി 3,05,00,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഭരണാനുമതി സംസ്ഥാന ഗവൺമെന്റ് നൽകിയുണ്ടായി. ഇന്ന് ഞാൻ കൊടയത്തൂർ സ്കൂളിലെ PTA കമ്മിറ്റിയുടെ ഒരു പ്രത്യേക മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയത്. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ കാണുന്ന ഒരു വ്യത്യാസം, മുഴുവൻ രക്ഷിതാക്കളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് വന്ന PTA കമ്മിറ്റികളും അധ്യാപകരും ഇവിടുത്തെ കുട്ടികളും ഈ സ്കൂളിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 100 വർഷം പഴക്കമുള്ള ഒരു നൂറ്റാണ്ട് പിന്തള്ളപ്പെടുന്ന അത്രത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രദേശത്തിന്റെ സ്ഥായിയായ ഒരു സ്ഥാപനം എന്ന നിലയിൽ
ഒരു പുതുമുഖം ഉണ്ടാകുക എന്നുള്ളതിൽ ഈ നാട്ടുകാരുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. അത് മനോഹരമായി പണി കഴിക്കണം. ഇത്രയേറെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ കെട്ടിടം ഒരുപക്ഷെ സമീപ പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല അക്കാഡമിക് നിലവാരം ഹയർ സെക്കൻഡറി വന്ന ഘട്ടം മുതൽ ഇന്നുവരെ എല്ലാ കുട്ടികളും നല്ല നിലയിൽ വിജയിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നു. ആ നിലയിൽ അവർക്ക് കുറെ കൂടി സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഭൌതിക സാഹചര്യങ്ങളിൽ കൂടി അവർക്ക് മാറ്റങ്ങൾ വരുത്തി അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ കുറച്ചും കൂടി കാര്യങ്ങളുടെ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ മനോഹരമായ നല്ലൊരു സ്കൂൾ ക്യാമ്പസാക്കി ഒരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളോട് തുടക്കം കുറിക്കുന്നത്. അത് അവസാനിക്കുകയല്ല, തുടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ഭാവിയിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇനിയും തുക കണ്ടെത്തേണ്ടി വരും. വിവിധ സ്കീമുകളിലായി അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനുള്ള അക്ഷീണ ശ്രമം ഞങ്ങൾ തുടരുകയാണ്. അത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മാത്രമല്ല PTA കമ്മിറ്റിയും ബഹുജനങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എനിക്ക് നല്ല ആവേശവും അതിനുള്ള ഉത്തേജനവും നൽകുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഒരിക്കൽ കൂടി ഈ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയും പുതുവത്സരാശംസകൾ നേരുകയും ചെയ്യും. വണ്ണപ്പുറം വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ ഭൂരഹിതരായ ജനങ്ങൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. വണ്ണപ്പുറം പഞ്ചായത്തിൽ സർക്കാർ വക തരിശുഭൂമി ഉണ്ടായിട്ടും ഇവർക്ക് ഇലപ്പള്ളി മലമുകളിൽ ഭൂമി പതിച്ചു നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും സമരം സംഘടിപ്പിക്കുകയും ചെയ്തത്. ജനകീയ സംരക്ഷണ സമിതി സംസ്ഥാന ഭാരവാഹി ബിയാവൂർ ശിവൻകുട്ടി സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KK മണി, ശശികുമാർ, CK ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷേ നമ്മളുടെ ഒരു ആവലാതി വരുമ്പോൾ നമ്മളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നമ്മളുടെ പരാതികൾ ശ്രവിക്കാൻ ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിയും താല്പര്യമുള്ള കാരണം എന്താണ്? ആയിരക്കണക്കിന് കോടി ഉറുപ്പികയുടെ ആസ്തിയുള്ള നേതാക്കന്മാരാണ്. നിര്യാതയായി പോലീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും കരിമണ്ണൂർ SIയുമായിരുന്ന KK ജോസിന്റെ മാതാവും മൂവാറ്റുപുഴ കിഴക്കേക്കര കാട്ടുപാടത്ത് കുര്യന്റെ ഭാര്യയുമായ അന്നമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 10-ാം തീയതി രാവിലെ 10-ന് മൂവാറ്റുപുഴ സെന്റ് തോമസ് ജാക്കോബായ പള്ളിയിൽ നടക്കും. മറ്റു മക്കൾ ബേബി, ആലീസ്, ബീന. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടുപുഴ വെളിയാമറ്റം റോഡിൽ കുണ്ടും കുഴിയും താണ്ടിയുള്ള സഞ്ചാരം യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി. റോഡ് പുനർനിർമ്മാണം വൈകുന്നതിനെതിരെ ജനരോഷം ശക്തം. കരിമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജനങ്ങളും ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം തുടരുന്നു. പ്രശ്നങ്ങൾ ഒത്തുതീർന്നതായി നേതാക്കളും പോലീസും. കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമായതിനുള്ള വിശദീകരണത്തിന്റെ മറവിൽ അതിർത്തി കടന്ന് മാടുകൾ എത്തുന്നു. കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർത്തൃ സമിതി വിശേഷാൽ പൊതുയോഗം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.